മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ തർക്കം. പാലക്കാട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. കഴിഞ്ഞ സർക്കാർ 10 വർഷം ഒന്നും ചെയ്തില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതിനെ വി ശിവദാസൻ എതിർത്തു. അതിനിടെ എയിംസിന് കാസർഗോഡ് ചീമേനിയിൽ സ്ഥലം കണ്ടെത്തിയെന്ന് കെ മുരളീധരൻ യോഗത്തെ അറിയിച്ചു. പെരിയയിലാണല്ലോ സ്ഥലം തീരുമാനിച്ചതെന്നും ചീമേനിയിലെ സ്ഥലം ആര് നിർദ്ദേശിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചു. സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് പറഞ്ഞ പി വി അബ്ദുൽ വഹാബ് എം പി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ യോഗത്തിനകത്ത് തെറ്റായ കാര്യങ്ങൾ വി കെ ശ്രീകണ്ഠൻ പറയുകയുണ്ടായി. പറഞ്ഞതെന്നുള്ളത് പാലക്കാട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ തുടർച്ചയായി കേരളത്തിലെ കഴിഞ്ഞ മുൻപ് 10 വർഷക്കാല അധികാരത്തിലിരുന്ന സർക്കാരിനെ വസ്തുതാവിരുദ്ധമായ നിലയിൽ ആക്ഷേപിക്കുന്നതിലെ പരാമർശങ്ങളുണ്ടായി. കോച്ച് ഫാക്ടറിയുടെ വിഷയം കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും ആ മന്ത്രിസഭയിലെ അംഗങ്ങളും അന്ന് എംപിമാരായിരുന്ന ആ ഘട്ടത്തിൽ പല എംപിമാരായിരുന്ന എം പി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ വിഷയം ഉന്നയിച്ചതാണ് പലപ്പോഴും. 2018 കേരളത്തിലെ നിയമസഭയിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. എന്നാൽ അത് സംബന്ധിച്ചുൾപ്പെടെ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയുകയുണ്ടായി. ആ ഘട്ടത്തിൽ യോഗത്തിൽ പ്രതികരിക്കേണ്ടി വന്നു. വസ്തുതകൾ നിരത്തിയാണ് പ്രതികരിച്ചത്. നിയമസഭയിൽ 2018 ഈ വിഷയം ചർച്ച ചെയ്തുൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. സേഫ് സെനുലാബ്ദീൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സേഫ്, ഈ എംപിമാർ പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു തർക്കമുണ്ടായിരുന്നത്? ഇറങ്ങിപ്പോക്കിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? അതിൽ പ്രധാനപ്പെട്ടത് UDFന്റെ നേതാക്കന്മാർ തമ്മിലാണ് അതിനകത്ത് പ്രധാനപ്പെട്ട തർക്കമുണ്ടായത്. അതിലൊരു തർക്കമാണ് വി ശിവദാസനുമായി ബന്ധപ്പെട്ടുണ്ടായത് ജീന. അത് പാലക്കാട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരികയും അത് കഴിഞ്ഞ 2 സർക്കാരുകളും 10 വർഷം ഒന്നും ചെയ്തില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ പറയുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം വി ശിവദാസൻ ഉന്നയിക്കുകയും അത് ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇടപെട്ടത്. രണ്ടുപേരും തമ്മിൽ തർക്കത്തിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യോഗത്തിൻ്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. അതിന് പിന്നാലെ മറ്റ് പല വിഷയങ്ങളിലും തർക്കമുണ്ടായിട്ടുണ്ട്. ഒന്ന്, അബ്ദുൽ വഹാബ് എം പി, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം അദ്ദേഹം നിരവധി തവണ ചോദിച്ചിരുന്നു. സാധാരണ എംപിമാരുടെ യോഗം നടക്കുമ്പോൾ അത് ഇന്നിപ്പോൾ 4 പേരാണ് യോഗത്തിൽ ഓൺലൈനായിട്ട് പങ്കെടുത്തത്. ഒന്ന് ജോൺ ബ്രിട്ടാസ് പങ്കെടുത്തു, ഒന്ന് അബ്ദുൽ വഹാബ് പങ്കെടുത്തു, ഒന്ന് റഹീം പങ്കെടുത്തു, മറ്റൊരാൾ കൂടി ആ യോഗത്തിൽ ഓൺലൈനായിട്ട് പങ്കെടുത്തു. അതിനകത്ത് അബ്ദുൽ വഹാബ് നിരവധി തവണ സംസാരിക്കാനുള്ള അനുമതി തേടിയെങ്കിലും അനുമതി നൽകിയില്ല. മുഖ്യമന്ത്രിയാണ് സാധാരണഗതിയിൽ സംസാരിക്കട്ടെ, ഇന്നയാൾ സംസാരിക്കട്ടെ അടുത്തത് എന്ന് പറയുന്നത്. അദ്ദേഹം അനുമതി നൽകിയില്ല എന്നുള്ളത് കൊണ്ട് ആ യോഗത്തിൽ നിന്ന് താൻ ഇറങ്ങിപ്പോകുന്നു, താൻ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. അതിനുശേഷം കെ മുരളീധരൻ 10 സ്ഥലങ്ങൾ എയിംസിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന വാചകം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ 10 സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത്. കാസർഗോഡ് ചീമേനിയിൽ ഒരു സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ചോദിച്ചത് ആ ചീമേനിലെ സ്ഥലം ആരാണ് സെലക്ട് ചെയ്തത്, അത് പെരിയയിലെ സ്ഥലമാണല്ലോ താൻ നിർദ്ദേശിച്ചിരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞത് അവിടുത്തെ MLA നിർദ്ദേശിച്ചതാണ് ആ സ്ഥലം എന്ന് പറയുകയുണ്ടായി. 140 MLAമാരും അങ്ങനെ സ്ഥലം നിർദ്ദേശിക്കുമ്പോൾ അതാണോ പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. കാട്ടാക്കട, തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഒരു സ്ഥലം കൂടി അദ്ദേഹം ആ പട്ടികയിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ട്. എന്തായാലും 3 സ്ഥലമാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിൽ ബാലുശ്ശേരിയിലാണ് പ്രധാനപ്പെട്ട, ഗിനാലൂരാണ് അതിനകത്ത് പ്രധാനപ്പെട്ട സ്ഥലമായി സംസ്ഥാന സർക്കാർ ആലോചിച്ചിരുന്നത്. പക്ഷേ 10 സ്ഥലത്തിൻ്റെ നിർദ്ദേശമാണ് അങ്ങോട്ട് മുന്നോട്ട് നൽകിയത്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം ഇപ്രകാരമാണ്: നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. അപ്പോൾ പലർക്കും അത് പറ്റുന്നില്ല. കൂടുതൽ സമയം ഞാൻ സംസാരിക്കുന്നു എന്ന് തോന്നുകയാണ് പലർക്കും. ഞാനൊക്കെ സംസാരിക്കുന്നത് മുന്നിലുള്ളവരുടെ ജസ്റ്റർ നോക്കി കൂടിയാണ്. 5-6 തവണ സംസാരിച്ചവരൊക്കെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുകയാണ് എന്ന വാചകം പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ആരെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പറഞ്ഞ വാചകം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും എംപിമാരുടെ യോഗത്തിൽ സാധാരണഗതിയിൽ നടക്കുന്നൊരു സുഗമമായ യോഗമായിരുന്നില്ല. അതിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ജീന.